എന്തല്ല ഇന്ന് റമദാൻ പ്രിപ്പറേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റമദാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഞാനിത് തലേന്ന് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ എൻ്റെ ഒരു പല്ല് പറിച്ച്, അതുകൊണ്ട് അതിൻ്റെ റെസ്റ്റൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെയ്ത് വെക്കൽ നടന്നില്ല. സോ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ബാക്കിയുള്ള വീഡിയോകളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എടുക്കാൻ മറന്നുപോയി. ഇൻട്രോ എടുക്കാനല്ല, ഈ വീഡിയോയിലുടനീളം നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ ഫേസ് കാണാൻ പറ്റിയെന്ന് വരില്ല. ഓരോ കാര്യങ്ങളും ചെയ്ത് കാണിക്കുന്നതൊക്കെ ആയിരിക്കും കാണുന്നത്. എൻ്റെ ഫേസ് ഒട്ടും കാണാൻ പറ്റില്ല. അതുമല്ല, ഫസ്റ്റ് റമദാൻ ആയതുകൊണ്ട് തന്നെ, ഫസ്റ്റ് നോമ്പിൻ്റെ ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു. നമ്മളിതൊക്കെ ചെയ്ത് വെക്കണേൻ്റേതായ തിരക്കുകളുണ്ടായിരുന്നു. പക്ഷേ നാളത്തേക്കൊക്കെ ആകുമ്പോൾ അത് എളുപ്പമാവും ഫേസ് കാണിക്കാൻ പറ്റാതിരുന്ന. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദി ജൂസ് വ്ളോഗ്. റമദാനിൽ ഞങ്ങളൊക്കെ പൊതുവേ വീട്ടിൽ സ്നാക്സ് ഉണ്ടാക്കാറുണ്ട്. അത് കുഞ്ഞിലേ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നാക്സ് ഉണ്ടാക്കുന്നത്. ഉമ്മച്ചിയുടെ ഒപ്പമൊക്കെ നിന്നിരുന്ന് സ്നാക്സൊക്കെ ഉണ്ടാക്കും. ഈ കട്ട്ലേറ്റ്, സമൂസയൊക്കെ പോലുള്ളത്. ഇപ്പോൾ ഈ സമൂസ ഉണ്ടാക്കുന്നത് എളുപ്പമാണ്. ഷീറ്റൊക്കെ ഉള്ളതുകൊണ്ട് സമൂസ ഷീറ്റൊക്കെ വെച്ചുണ്ടാക്കാം. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള, സമൂസ ഉണ്ടാക്കാനുള്ള ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരാഴ്ചത്തേക്കുള്ള ഉരുളക്കിഴങ്ങ് നന്നാക്കി വെക്കാമെന്ന്. പിന്നെ ഞാൻ ചെയ്തത് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ പുതിയ ചോപ്പർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്യലും ആവുമല്ലോ എന്ന് കരുതി എല്ലാം അരിഞ്ഞ് വെച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യത്തിന് അരിഞ്ഞ്, പിന്നെ നാളത്തേക്ക് ആവശ്യത്തിന് അരിഞ്ഞ്, അങ്ങനെ അരിയുമ്പോൾ കുറേ സമയം ടൈം വേസ്റ്റാകും. ഇതൊറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള ദിവസങ്ങളിൽ എളുപ്പമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ചെയ്ത് വെച്ചത്. അപ്പോൾ ക്യാപ്സിക്കം, ക്യാരറ്റ്, അതുപോലെ തന്നെ ക്യാബേജൊക്കെ അരിഞ്ഞ് വെച്ചു. അതിൻ്റെ ഇടയിൽ അവിടെ ഉരുളക്കിഴങ്ങ് വേവുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ വെള്ളം ഊറ്റി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടോ. ഇന്നൊരു പുതിയ കുബൂസ് ഉണ്ടാക്കാമെന്ന്. കുബൂസും ഇതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് സാൻഡ്വിച്ചൊക്കെ വെച്ച് യൂസ് ചെയ്യാമല്ലോ എന്ന് കരുതി കുബൂസ് ഉണ്ടാക്കി. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ഈസ്റ്റും പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുബൂസിനുള്ള മൈദ ഒഴിച്ചു. എനിക്ക് ഈ പൊടി കുഴക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇങ്ങനെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇവിടെ കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മയണൈസ് ഉണ്ടാക്കാം. മയണൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർലിക് സോസ്. അപ്പം നമുക്ക് മുട്ടയില്ലാണ്ട് ഒരാഴ്ചത്തേക്കൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയ രീതിയിൽ ഞാൻ കോൺഫ്ലോർ വെച്ച് മയണൈസ് ഉണ്ടാക്കും. അതിൻ്റെ റെസിപ്പി യൂട്യൂബിലൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ മയണൈസ് സെറ്റാക്കിയപ്പം എനിക്ക് ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ കോൺഫ്ലോർ ചെയ്യണത്. അല്ലാതെ പുഴുങ്ങി മുട്ട വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും കോൺഫ്ലോർ വെച്ച് ആദ്യമായിട്ടാണ്. പക്ഷെ സക്സസ് ആയി. പിന്നെ ഉള്ളി, സവാള, വെളുത്തുള്ളിയൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഒലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ അരിഞ്ഞ് സമൂസക്കുള്ള ഫില്ലിങ് റെഡിയാക്കണേണ്. സമൂസക്ക് ഫില്ലിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഷീറ്റ് ഇട്ടതുകൊണ്ട് ഷീറ്റിൽ ചെയ്യാം. പണ്ടൊക്കെ ഞങ്ങൾ ചെയ്ത് മൈദ അടിച്ചടിച്ച് സമൂസ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ മൈദയുടെ സാധാ നമുക്ക് കടയിൽ കിട്ടണേക്കാൾ ഇച്ചിരി കട്ടിയൊക്കെ ആയിപ്പോൾ. ഇന്നിപ്പോൾ ഇത് സുഖമാണ് കേട്ടോ, ഷീറ്റിൽ ഉണ്ടാക്കാം. അപ്പോൾ ഷീറ്റിൽ ഫില്ല് ചെയ്യണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സമൂസ റെഡിയായി. ഇനിയുള്ള വീഡിയോസൊക്കെ ഇന്നത്തെ നോമ്പുറക്കുള്ള വീഡിയോസാണ്, പ്രൊപ്പ് ചെയ്ത് വെക്കണ വീഡിയോസല്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന്. സാധാരണ ഫസ്റ്റ് നോമ്പായതുകൊണ്ടാണ് ഇത്ര സാധനങ്ങളൊക്കെ. അല്ലെങ്കിൽ പൊതുവേ എന്തെങ്കിലും ഒരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു സ്നാക്കും ജ്യൂസും അതിൽ കൂടുതൽ പോകാറില്ല. അപ്പോൾ ഇന്ന് ഫസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ 1-2 വിഭവങ്ങൾ കൂടി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് റമദാൻ ഡേ 1 വിഭവങ്ങൾ. നാളെ എത്രത്തോളം വിഭവം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.